എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പെട്രോൾ ബോംബാണ്. പെട്രോൾ ബോംബ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളൊരു എക്സ്പെരിമെൻറ്റ് വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് എല്ലാ സേഫ്റ്റിയോടും കൂടിയാണ്. അപ്പം നിങ്ങളാരും ഇത് വീട്ടിൽ അനുകരിക്കരുത്, പ്രത്യേകിച്ച് കുട്ടികൾ. അപ്പോൾ ഇത് വളരെ അപകടം പിടിച്ചൊരു പണിയാണ്. അപ്പം ദയവായിട്ട് ഇതാരും വീട്ടിൽ അനുകരിക്കാതിരിക്കുക. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് വെള്ളമുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മുടെ ഒഴിഞ്ഞൊരു ബോട്ടിലുണ്ട്. ഇത് നമ്മൾ എടുക്കുന്നത് എപ്പോഴും ഒരു പൊട്ടുന്ന ടൈപ്പുള്ള കുപ്പിയായിരിക്കണം. അതുകൊണ്ട് ഒരു ഗ്ലാസ് കുപ്പിയായിരിക്കണം നമ്മൾ എപ്പോഴും എടുക്കേണ്ടത്. കാരണം ഇത് എറിഞ്ഞു കഴിഞ്ഞാൽ ചെന്ന് നിലത്തിടിച്ച് പൊട്ടിയിട്ട് വേണം ഇതിനകത്ത് പെട്രോൾ സ്പ്രെഡായിട്ടാണ്, അങ്ങനെയാണ് തീ പിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഒരു പൊട്ടുന്ന ടൈപ്പ് കുപ്പി എടുത്തിട്ടുണ്ട്, പിന്നെ പെട്രോൾ എടുത്തിട്ടുണ്ട്. ഈ വെള്ളം ഞാൻ എന്തിനാണ് എടുത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഫുൾ ക്വാണ്ടിറ്റി ആയിട്ട് പെട്രോൾ നിറയ്ക്കാൻ പറ്റത്തില്ല, അത് ഭയങ്കര ഡേഞ്ചറായി പോകും. അപ്പോൾ അതിന് പകരം നമുക്ക് പകുതി വെള്ളം നിറച്ചിട്ട് അതിൻ്റെ ബാക്കി പകുതിയായിട്ടാണ് നമ്മൾ പെട്രോൾ നിറയ്ക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് ഇതുപോണക്ക് ഒരു കോട്ടൻ്റെ തുണിയാണ്. ഈ കോട്ടൻ്റെ തുണിയും ഒരു കത്തിക്കാനായിട്ട് ലൈറ്ററും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് ചെയ്യാനായിട്ട്. ആദ്യം നമുക്ക് ഈ വെള്ളം ഈ കുപ്പിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം പകുതി കൂടുതൽ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പെട്രോൾ ഒഴിച്ചു കൊടുക്കാം. പെട്രോൾ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും തുളുമ്പി ഒഴിക്കരുത്. ഓക്കെ, മതിയാകും. നമ്മൾ തുളുമ്പി ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഡേഞ്ചർ ആകും അത്. അടുത്തതായി നമുക്ക് ഈ കോട്ടൺ വേസ്റ്റ് തുണി ഉപയോഗിച്ച് ഇതിൻ്റെ വായ്ഭാഗം അടച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതുണ്ടാക്കി പരീക്ഷിക്കാൻ പോകുന്നുണ്ട് ഈ കല്ലിൻ്റെ പുറത്തോട്ടാണ്. അപ്പോൾ ഇത് ഇച്ചിരി സേഫായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കല്ലെടുത്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുപ്പി ഒന്ന് ഇടിച്ച് പൊട്ടാൻ വേണ്ടിയാണ്. പിന്നെ നമുക്കിത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്രോൾ അങ്ങോട്ട് സ്പ്രെഡ് ആകുമ്പോൾ നല്ലതായിട്ട് തീ കത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ ഓലമടലൊക്കെ എടുത്ത് വിട്ടേക്കുന്നത്. അപ്പോൾ എനിക്കാണ്ട് ഇവിടെ തൊട്ടടുത്ത് വെള്ളത്തിൻ്റെ സപ്ലൈ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അഥവാ എന്തെങ്കിലും കയ്യിൽ നിന്ന് പോകുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കെടുത്താനുള്ള രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ഇത് പരീക്ഷിക്കാനായിട്ട്. ഞാനിതിൻ്റെ അവസാനമായിട്ട് ഇതിൻ്റെ മണ്ടയിൽ കുറച്ച് പെട്രോൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കാരണം പെട്ടെന്ന് കത്താൻ വേണ്ടിയിട്ട് ഒന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ കയ്യിലോ മറ്റോ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ തുടച്ച് കളഞ്ഞിട്ട് വേണം നമ്മൾ തീ കത്തിക്കാൻ. അല്ല, പെട്രോൾ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലോട്ട് പെട്ടെന്ന് കയറി പിടിക്കും. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കുക. അതുകൊണ്ടൊക്കെ നമ്മൾ ഇത് എടുത്തെറിയുന്ന സമയത്ത് നമ്മൾ കുപ്പിയുടെ ഏറ്റവും അടിഭാഗത്ത് വേണം പിടിക്കാനായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ പെട്രോൾ ഇങ്ങോട്ട് കമന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കൂടെ ഒഴുകും, തീ നമ്മുടെ കയ്യിലോട്ടും ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ വേണം എറിയാനായിട്ട്. അല്ലാതെ നമ്മൾ ഒരിക്കലും ബോൾ എറിയുന്നതിൻ്റെ തൊട്ട് കൈ ഒരിക്കലും മടക്കി എറിയരുത്, കാരണം അത് നമ്മുടെ കയ്യിലോട്ട് തന്നെ ഈ പെട്രോൾ കമരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് വളരെ അപകടം പിടിച്ച പണിയായതുകൊണ്ട് നിങ്ങളാരും ഇത് ദയവ് ചെയ്തിട്ട് അനുകരിക്കാതിരിക്കുക. അപ്പോൾ ഞാനിവിടെ കത്തിക്കാൻ പോവുകയാണ്. എനിക്ക് അത്യാവശ്യം നല്ല പേടിയുണ്ട് കേട്ടോ. ഓക്കെ, യാ മോനെ, എന്തോ പവറാന്ന് നോക്കി അതിന്. ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഓരോ ഭാഗങ്ങളിലൊക്കെ നമ്മുടെ ഓരോ മനുഷ്യരുടെ ദേഹത്തും വാഹനങ്ങളുടെ ദേഹത്തും വീടിൻ്റെ ദേഹത്തൊക്കെ എടുത്ത് എറിയുമ്പം അവരെയൊക്കെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതൊന്നും ആരും ചെയ്യാതിരിക്കുക. ഇതൊക്കെ ഭയങ്കര എന്താ പറയണ്ടേ, ഭയങ്കര അപകടം പിടിച്ച പണിയാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഭയങ്കര ദോഷമാണ്. അപ്പോൾ തീ ഇതുവരെ കെട്ടിട്ടില്ല, എന്നിട്ട് ഞാൻ എൻ്റെ അടുത്തിരുന്ന് വീഡിയോ ചെയ്യുന്നത്. ഇതാരും നിങ്ങൾ ദയവായിട്ട് ഇത് അനുകരിക്കരുത്, കാരണം എന്ന് വെച്ചാൽ അതുകൊണ്ട് അപകടം പിടിച്ച പണിയാണ്. വളരെ കുറച്ച് പെട്രോൾ ഉണ്ടായിട്ട് പോലും ഇത് വളരെ വലുതായിട്ടാണ് തീ കത്തിയേക്കുന്നത്. ഇതാരും ദയവായിട്ട് വീട്ടിൽ അനുകരിക്കാതിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇനി അമ്മ വരുന്നതിനിപ്പുറം ഞാൻ ഈ കുപ്പിച്ചിലല്ലോ ഒന്ന് വാരികളായിട്ട്, അല്ല എന്നെ തന്തയ്ക്ക് വിളിക്കും.